നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ എസ്എഫ്ഐ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായുള്ള മാർച്ച് തടഞ്ഞ് എംഎസ്എഫ്. കാസർഗോഡ് തൃക്കരിപ്പൂർ VHCയിലെ സംഭവം. വിദ്യാർത്ഥി മുന്നേറ്റത്തെ ഒറ്റുകൊടുക്കാനാണ് എംഎസ്എഫ് ശ്രമമെന്ന് എസ്എഫ്ഐ. നീറ്റ് CBSE പരീക്ഷ അട്ടിമറിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിലും രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സമരത്തിനെതിരായ പോലീസ് അതിക്രമത്തിനുമെതിരെ പ്രഖ്യാപിച്ച SFIയുടെ വിദ്യാഭ്യാസ ബന്ദിനിടെയായിരുന്നു MSF അതിക്രമം. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായുള്ള SFI പ്രകടനം തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. MSF പ്രവർത്തകർക്കൊപ്പം പുറത്തുനിന്നെത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകരുമാണ് സംഘർഷമുണ്ടാക്കിയത്. പ്രകടനത്തിന്റെ ഭാഗമായി അണിനിരന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധം തീർക്കേണ്ട സമയത്ത് വിദ്യാർത്ഥി സമരത്തെ അവഹേളിക്കുന്ന സമീപനമാണ് MSF സ്വീകരിച്ചതെന്ന് SFI നേതാക്കൾ പറഞ്ഞു. MSFന്റെ പ്രവർത്തകർ മാത്രമല്ല, സ്കൂളിനകത്തുള്ള MSF പ്രവർത്തകരും പുറത്തെ MSF പ്രവർത്തകർക്കും പുറമെ ആ നാട്ടിനകത്തുള്ള ലീഗിന്റെ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നുകൊണ്ട് ആ മാർച്ച് തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI നിരന്തര സമരത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ച എല്ലാ സമരങ്ങളെയും തടയാൻ വേണ്ടിയിട്ടാണ് MSF ശ്രമിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിനകത്ത് ഒരൊറ്റ മനസ്സോടുകൂടി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചൊന്നായി പോരാടേണ്ട ഒരു സാഹചര്യത്തിനകത്താണ് ഇത്തരത്തിൽ SFI സംഘടിപ്പിക്കുന്ന ഈ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിനെ അടിച്ചു തകർക്കാൻ വേണ്ടി, തച്ചുടക്കാൻ വേണ്ടിയിട്ട് MSF തയ്യാറായിട്ടുള്ളത്. MSF മുസ്ലിം ലീഗ് അതിക്രമത്തിനെതിരെ തൃക്കരിപ്പൂർ ടൗണിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാർത്തിക് രാജീവ് ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.